ഫാദർ എന്ന് കൊള്ളട്ടെയോ ആകാം. തുടക്കത്തിൽ ചില ഭക്തന്മാർ തങ്ങൾ ഗാഢ സ്നേഹത്തെ സൂചിപ്പിക്കുന്നതിനായി കരുതി ദീർഘകാലം ഇഷ്ടപ്പെട്ടു പോന്ന ആ നാമധേയം കൈവിട്ട് കളയുന്നതിൽ വിമുഖരായിരുന്നു. ഒരു ദിവസം നടത്തത്തിനിടയിൽ ചെറുപ്പക്കാരനായ ഒരാൾ ചോദിച്ചു, സ്വാമിജി എന്ന പേര് ഇനിമേൽ ഞങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേട്ടല്ലോ, ആര് പറഞ്ഞു? പ്രഭുപാദർ പെട്ടെന്ന് പ്രതിവചിച്ചു. അത് കേവലം മൂന്നാം തരമാണെന്ന് അങ്ങ് പറഞ്ഞു. ഇന്ന് ഞങ്ങൾ അങ്ങനെ സംബോധന ചെയ്തുകൂടെന്നും മറ്റുള്ളവർ പറഞ്ഞു. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുകയുണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് അത് ഉപയോഗിക്കാമോ? ആകാം, അതിന് ഒരു കുഴപ്പവുമില്ല. ഏതായാലും സ്വാമിജി പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഭക്തന്മാർ ഭഗവത് സന്നിധിയിലേക്ക് എന്ന മാസികയിൽ ഒരു വിശദീകരണം നൽകുക കൂടി ചെയ്തു. പ്രഭുപാദർ എന്ന വാക്ക് വൈദിക ധർമ്മവൃത്തങ്ങളിൽ വളരെ ആദർശദ്യോതകമായ ഒരു സംജ്ഞയാണ്. അത് സന്യാസികൾ വെച്ച് മഹാനായ ഒരു സന്യാസിയെ കുറിക്കുന്നു. ആ വാക്കിന് വാസ്തവത്തിൽ രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തേത് ആരുടെ പാദത്തെയാണോ അനേക പ്രഭുക്കൾ സ്വാമി എന്ന അർത്ഥമുള്ളതും ഒരേ ഗുരുവിന്റെ ശിഷ്യന്മാർ പരസ്പരം അഭിസംബോധന ചെയ്യുവാൻ ഉപയോഗിക്കുന്നതുമായ പദം ആശ്രയിക്കുന്നത്, അദ്ദേഹത്തെയാണ് പ്രഭുപാദർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അർത്ഥം എല്ലായ്പ്പോഴും കൃഷ്ണന്റെ പരമപ്രഭുവിന്റെ പാദപത്മങ്ങളെ ആശ്രയിക്കുന്ന ആൾ എന്നാകുന്നു. മനുഷ്യരാശിക്ക് കൃഷ്ണാവബോധം കൈമാറിക്കൊണ്ടിരിക്കുന്ന ശിഷ്യ പരമ്പരയുടെ പങ്ക്തിയിൽ പ്രഭുപാദർ എന്ന് വിളിക്കത്തക്ക വിധം ആധ്യാത്മിക പ്രാധാന്യമുള്ള മഹാന്മാർ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. ശ്രീല രൂപ ഗോസ്വാമി പ്രഭുപാദർ അദ്ദേഹത്തിന്റെ ഗുരുവായ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇച്ഛ നടപ്പിലാക്കിയതിനാൽ അദ്ദേഹത്തിന്റെ തന്റെ സഹപ്രവർത്തകരായ ഗോസ്വാമിമാരും പ്രഭുപാദർ എന്ന് വിളിക്കപ്പെടുന്നു. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഠാകൂർ ശ്രീല ഭക്തി വിനോദ ഠാകൂറിന്റെ ഇച്ഛ നടപ്പിലാക്കിയതിനാൽ അദ്ദേഹവും പ്രഭുപാദർ എന്ന് സംബോധന ചെയ്യപ്പെടുന്നു. നമ്മുടെ ആധ്യാത്മിക ഗുരുവായ ശ്രീമദ് ഭക്തി വേദാന്ത സ്വാമി അതേ രീതിയിൽ പാശ്ചാത്യ ലോകത്തേക്ക് കൃഷ്ണപ്രേമത്തിന്റെ സന്ദേശം കൊണ്ടെത്തിക്കുക വഴി ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പ്രഭുപാദരുടെ ഇച്ഛ നടപ്പാക്കിയിരുന്നു. അതിനാൽ സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആ ദിവ്യ ശ്രീമാന്റെ വിനീത ദാസന്മാർ ശ്രീല രൂപ ഗോസ്വാമി പ്രഭുപാദരുടെ കാലടികളെ പിന്തുടരുകയും ഞങ്ങളുടെ ആധ്യാത്മിക ഗുരുവായ ആ ദിവ്യ പുരുഷനെ പ്രഭുപാദർ എന്ന് സംബോധന ചെയ്യുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം ദയാപൂർവം അതിന് സമ്മതിച്ചിട്ടുണ്ട്. മോൺട്രീൻ, ആഗസ്റ്റ് 1968. ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിന്റെ മുറിയിൽ ചില ശിഷ്യന്മാരുമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, അപ്പോൾ അന്നപൂർണ നിങ്ങൾ വാർത്ത വല്ലതും ഉണ്ടോ? അന്നപൂർണ ഒരു ബ്രിട്ടീഷ് യുവതിയായിരുന്നു. ഏതാനും മാസങ്ങൾ മുമ്പ് ഏതെങ്കിലും ഭക്തന്മാർ ഇംഗ്ലണ്ടിൽ ചെന്നാൽ ഒരു ഭവനം അവർക്ക് ലഭ്യമാക്കുവാൻ തനിക്ക് കഴിഞ്ഞേക്കുമെന്ന് അവളുടെ അച്ഛൻ ഇംഗ്ലണ്ടിൽ നിന്ന് എഴുതിയിരുന്നു. അവൾ മറുപടി പറഞ്ഞു, ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണ്? അവൾ കൂടുതൽ എന്തെങ്കിലും പറയുവാൻ മുതിർന്നില്ല. നിങ്ങളുടെ പിതാവിൽ നിന്നുള്ള ആ കത്ത് പ്രോത്സാഹനജനകമാണ് അല്ലേ? അതെ, അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ നാം അവിടെ ചെന്നാൽ താമസിക്കാൻ ഒരിടം ലഭ്യമാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുക ഇല്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. പ്രഭുപാദ നിരാശനായതിനായി തോന്നി. ശരി, അത് കൃഷ്ണന്റെ കൈകളിലാണ്. ധർമ്മോപദേശം ചെയ്യുവാനായി ആരെങ്കിലും സമീപിക്കുമ്പോൾ നാം അവരുടെ മുമ്പിൽ ഏറ്റവും വിനീതരായി കൈകൾ കൂപ്പി നിൽക്കേണ്ടതാണ്. മാന്യ സുഹൃത്തെ, ദയവായി കൃഷ്ണാവബോധം പിന്തുടർന്നാലും. പ്രദ്യുമ്നൻ പറഞ്ഞു, പ്രഭുപാദ്, ഞാൻ ഒരു വലിയ നാസ്തികനായ സ്വാമിയുടെ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. ആ പുസ്തകത്തിന് ഒടുവിലായി കുറെ കത്തുകളുണ്ട്. ഞാൻ അവ ഒന്നൊന്നായി നോക്കുകയായിരുന്നു. പ്രഭുപാദർ പറഞ്ഞു, നാസ്തികനായ സ്വാമിജിയുടെ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കതിലൊരു കാര്യവുമില്ല. പ്രദ്യുമ്നൻ വിശദീകരിച്ചു, അദ്ദേഹത്തിന്റെ തത്വചിന്ത എന്താണെന്നല്ല, അദ്ദേഹം അമേരിക്കയിലായിരുന്നപ്പോൾ ഉപയോഗിച്ച സാങ്കേതിക മാർഗം എന്താണെന്ന് ഞാൻ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് യൂറോപ്പിൽ പോകണമെന്നുണ്ടായിരുന്നു. അതിന് അദ്ദേഹത്തിനൊപ്പം ഒരാൾ ഉണ്ടായിരുന്നു, ധനികനായ ഒരു സഹായി. അയാൾ പ്രഭാഷണങ്ങൾ ഏർപ്പാട് ചെയ്തുകൊണ്ട് ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഹോളണ്ട് എന്നിവിടങ്ങളിലേക്ക് തിരിച്ച് 6 ആഴ്ച നീണ്ടു നിന്ന ഒരു യാത്ര നടത്തി. അങ്ങനെയാണ് അദ്ദേഹം തന്റെ മിക്ക യാത്രകളും നിർവഹിച്ചത്. അദ്ദേഹത്തിന് 1-2 സ്വാധീന ശക്തിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു.
അവർ എല്ലാം ഏർപ്പാടാക്കി കൊടുത്തു. അങ്ങനെ പ്രഭാഷണങ്ങൾ സമൂഹത്തിൽ ഏർപ്പാട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഉള്ള ഏർപ്പാടുകൾ ചെയ്യാം അല്ലേ? പ്രഭാതർ ചോദിച്ചു. ലണ്ടനിൽ ഒരു റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഭക്തി വിനോദ് ഠാകൂർ അതിലെ ഒരു അംഗമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ പിന്നെ ഭക്തി വിനോദ് ഠാകൂർ സംഘം എവിടെ? പ്രഭാതർ ചോദിച്ചു. പ്രദ്യുമ്നൻ പറഞ്ഞു, എന്നാലും നമുക്ക് കത്തിടപാടുകൾ നടത്തി ഓരോ നഗരത്തിലും ഗ്രാമത്തിലും വാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടാവും. അവർ അങ്ങനെ സ്പോൺസർ ചെയ്യുന്നതിൽ തൽപരരായിരുന്നേക്കും. പ്രഭുപാദർ ചോദിച്ചു. ആ സ്വാമിയുടെ ഭാഷണത്തിൽ കൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പ്രഭുപാദർ ചിന്താമകനായിരുന്നു. ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന് താമസിക്കാൻ സ്ഥലമൊന്നും ഉണ്ടാവില്ല. മുംബൈ യാത്ര ചെയ്ത് എല്ലാം ഏർപ്പാടുകളും ചെയ്യുന്ന പ്രഭാവശാലികളായ ആളുകളെ പറ്റിയൊക്കെ പ്രദ്യുമ്നൻ പറഞ്ഞേക്കാം. പക്ഷെ നമുക്ക് എവിടെയാണ് അത്തരം ആളുകൾ? ഇവിടെ ആണെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത ഒരു നാണം കുണുങ്ങിയായ പെണ്ണും സഹായം ചെയ്യാൻ ഒരുക്കമില്ലാത്ത അവളുടെ പിതാവും. പ്രദ്യുമ്നൻ ഒരു നാസ്തികനായ സ്വാമിജിയുടെ പുസ്തകം വായിച്ചിട്ട് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയെ കുറിച്ചും മറ്റും സംസാരിക്കുന്നു. എന്നാൽ പ്രായോഗികമായത് ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെയാണെങ്കിലും പ്രഭുപാദർക്ക് ഭാവി പദ്ധതികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം മുകുന്ദനോടും ശ്യാമസുന്ദരനോടും ലണ്ടനിൽ പോയി അവിടെ ഒരു ഇസ്കോൺ കേന്ദ്രം സ്ഥാപിക്കാൻ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അവർ അതിനെ സമ്മതിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് മോൺട്രിയലിൽ വന്നെത്തുകയും ചെയ്തു. പ്രഭുപാദരുടെ തന്നെ ആധ്യാത്മിക ഗുരുവായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാകൂർ കൃഷ്ണാവബോധം യൂറോപ്പിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. 1930-കളിൽ അദ്ദേഹം തന്റെ ഏറ്റവും പരിചയസമ്പന്നരായ സന്യാസിമാരെ ലണ്ടനിലേക്ക് അയച്ചിരുന്നു. എന്നാൽ അവർ ഒന്നും നേടാതെ മടങ്ങി വരികയാണ് ഉണ്ടായത്. മ്ലേച്ഛന്മാരെ കൃഷ്ണാവബോധം പഠിപ്പിക്കുക എന്നത് അസാധ്യമാണെന്ന് എന്നവർ പരാതിപ്പെട്ടിരുന്നു. പാശ്ചാത്യർക്ക് കൃഷ്ണാവബോധം ശ്രവിക്കുവാൻ വേണ്ടത്ര നേരം ഇരുന്നു കൊടുക്കാൻ സാധ്യമല്ല. എന്നാലും പ്രഭുപാദർക്ക് തന്റെ ശിഷ്യന്മാർ വിജയം വരിക്കും എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അവർ അമേരിക്കയിൽ ചെയ്തതുപോലെ യൂറോപ്പിലും ഇസ്കോൺ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാൻ തന്നെ സഹായിക്കും. അത്തരം വിജയം തീർച്ചയായും ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതിയെ സന്തുഷ്ടനാക്കും. വഴിയിൽ കിടക്കുന്നതായി കണ്ട ഒരു ചുരയ്ക്ക് എടുക്കുകയും പിന്നെയും വഴിയിൽ കണ്ട ഒരു കമ്പും ഒരു കമ്പിയും കൂടി എടുക്കുകയും ചെയ്ത ഒരാളിന്റെ കഥ സ്വാമിജി പറഞ്ഞു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഈ 3 സാധനങ്ങൾ ഉപയോഗശൂന്യമായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ അവ 3 കൂട്ടിച്ചേർത്ത് ഒരു വീണ ഉണ്ടാക്കുകയും മധുരമായി പാടുകയും ചെയ്തു. അതേപോലെ പ്രഭുപാദർ പാശ്ചാത്യ ദേശത്ത് വരികയും സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒട്ടനവധി ചെറുപ്പക്കാരെ കാണുകയും ചെയ്തു. അദ്ദേഹത്തെ ന്യൂയോർക്കിലെ ആളുകൾ ആദ്യം നിരസിക്കുകയാണ് ചെയ്തത്. എന്നാൽ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ അവരുടെ ഏകീകരണം വിജയപ്രദമായി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ആത്മാർത്ഥതയുള്ളവരായിരിക്കുകയും അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് യൂറോപ്പിൽ വിജയമുണ്ടാവും. 3 ദമ്പതികൾ മുകുന്ദനും ജാനകിയും ശ്യാമസുന്ദരനും മാലതിയും അവരുടെ ശിശുവായ മകൾ സരസ്വതിയോടൊപ്പം ഗുരുദാസനും യമുനയും ലണ്ടനിലേക്ക് യാത്രയാവാൻ അതീവ തൽപരരായി മോൺട്രിയലിൽ എത്തി. ഈ 3 ദമ്പതിമാരാണ് സാൻ ഫ്രാൻസിസ്കോയിലെ ക്ഷേത്രം ആരംഭിച്ചത്. അവിടെ അവർ പ്രഭുപാദരുമായി അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്നു. ഹെയ്റ്റ് ആഷ്ബറിലെ ഹിപ്പികളുടെ ഇടയിൽ കീർത്തനവും പ്രസാദവും രഥയാത്രയും ഒക്കെ നടപ്പിലാക്കുന്നതിന് അവരാണ് പ്രഭുപാദരെ സഹായിച്ചത്. ഇപ്പോൾ അവർ ലണ്ടനിൽ കൃഷ്ണാവബോധം അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഉത്സുകരായിരിക്കുന്നു. തനിക്ക് അവരെ വിദഗ്ധമായ കീർത്തനം നടത്താൻ പഠിപ്പിക്കത്തക്ക വിധത്തിൽ തന്നോടൊപ്പം 1-2 ആഴ്ച മോൺട്രിയലിൽ താമസിക്കുവാൻ പ്രഭുപാദർ ആ ദമ്പതിമാരോട് ആവശ്യപ്പെട്ടു. ഹരേ കൃഷ്ണ കീർത്തനം കേവലം ഒരു കലാപ്രകടനമല്ല, പരിശുദ്ധ ഭക്തർക്ക് മാത്രം വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഭക്തി നിർഭരമായ കർമ്മമാണ്. സംഗീതാലാപനം തൊഴിലായി സ്വീകരിച്ചവർക്ക് സ്വയം ചെയ്യാവുന്നതല്ല അത്. എന്നിരുന്നാലും പ്രഭുപാദരുടെ ശിഷ്യന്മാർ ഗാനാലാപനത്തിൽ പ്രവീണരാകയാൽ ലണ്ടൻ വാസികൾ കൃഷ്ണാവബോധം കൂടുതൽ ഹാർദവമോടെ സ്വാഗതം തന്നെ പ്രഭുപാദർ തന്റെ പ്രസ്ഥാനം തുടർന്ന് നടത്തുന്നതിനായി അമേരിക്കയിലേക്ക് മാറും. ഓരോ നഗരത്തിലും ഗ്രാമത്തിലും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യക്കാരും അമേരിക്കക്കാരെ പോലെ
ഇന്ദ്രിയ സന്ദർപ്പണത്തിൽ മാത്രം തൽപരരെന്ന് തോന്നിയിരുന്നു. എന്നാൽ ഒട്ടേറെ അമേരിക്കൻ യുവാക്കൾ അവരുടെ അച്ഛനമ്മമാരുടെ സമ്പത്തിനോടും താല്പര്യമില്ലാത്തവരായി തീർന്ന് അമ്പര ചുംബികളിലേക്കോ അവരുടെ പിതാക്കളുടെ ബിസിനസ്സുകളിലേക്കോ മടങ്ങിപ്പോകുന്നതായി പ്രഭുപാദർ ന്യൂയോർക്കിലെയും സാൻ ഫ്രാൻസിസ്കോയിലെയും താമസത്തിനിടയിൽ കണ്ടതുപോലെ ആയിരക്കണക്കിന് യുവാക്കൾ ദൗത്യതയ്ക്ക് ഒരു ബദൽ തേടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. മോഹഭംഗം ബാധിച്ച അവർ ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിന് പാകപ്പെട്ടിരുന്നു. നവാഗതരായ ആ ഭക്തർക്ക് ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് ഒട്ടും തന്നെ അറിവില്ലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതത്തിലെ അറിവും വിരളമായിരുന്നു. എന്നാൽ അവർ ആത്മാർത്ഥതയോടെ കൃഷ്ണാവബോധം കൈക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരുടെ പോരായ്മകൾ അവരുടെ ആധ്യാത്മിക പുരോഗതിക്ക് ഒരു തടസ്സമാവില്ലെന്ന് പ്രഭുപാദർക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. പ്രാകൃത സുന്ദരന്മാരായിരുന്നെങ്കിലും ഈ പാശ്ചാത്യ യുവാക്കൾ മലിനരും വിരസത മനസ്കരുമായിരുന്നു. അവരുടെ യഥാർത്ഥ സൗന്ദര്യം മറയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ കാലവർഷം വൃന്ദാവനത്തെ നവ്യവും ഹരിതഭാവവും ആക്കി പുനരുജ്ജീവിപ്പിക്കുന്നത് പോലെ ഹരേ കൃഷ്ണ കീർത്തനം അവരെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണെന്ന് ശ്രീല പ്രഭുപാദർ അഭിപ്രായപ്പെട്ടു. വൃന്ദാവനത്തിലെ മയിലുകൾ ചിലപ്പോൾ ആനന്ദ നൃത്തം ചെയ്യുന്നത് പോലെ ഈ ഭക്തന്മാർ ഭൗതികതയുടെ ബന്ധനങ്ങൾ വെടിഞ്ഞ് ഹർഷോന്മാദത്തോടെ നൃത്തം ചെയ്യുകയും തിരുനാമങ്ങൾ കീർത്തനം ചെയ്യുകയുമാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഹാപ്പികളാണോ എന്ന് ഒരു പത്രലേഖകൻ ചോദിച്ചപ്പോൾ പ്രഭുപാദർ പറഞ്ഞു, അല്ല, ഞങ്ങൾ ഹിപ്പികളല്ല, ഞങ്ങൾ ഹാപ്പികൾ, സന്തുഷ്ടരാണ്. ഒരു സന്ദർശക പ്രഭാഷകനെയോ ഔപചാരിക ദർശിയോ എന്നതിലുപരി തന്റെ ശിഷ്യന്മാരുടെ ആധ്യാത്മിക പിതാവായിരുന്ന ശ്രീല പ്രഭുപാദർ അവർ അദ്ദേഹത്തെ ശരിക്കും തങ്ങളുടെ പിതാവായി തന്നെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന് അവർ തന്റെ കുടുംബാംഗങ്ങളെക്കാൾ അധികം ആദരവും സ്നേഹവും ഉള്ളവരായി അനുഭവപ്പെടുകയും ചെയ്തു. ഈ അമേരിക്കൻ യുവാക്കന്മാരും യുവതികളും നിങ്ങളുടെ രാജ്യത്തിന്റെ നറുമലരുകൾ എന്നാണ് പ്രഭുപാദർ അവരെ പറ്റി പറഞ്ഞിരുന്നത്. അവർ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങിയിരുന്നു. ഇപ്പോൾ അവർ ആ അനുഗ്രഹങ്ങൾ തങ്ങളുടെ രാജ്യക്കാർക്ക് പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ രാജ്യത്തെ രക്ഷിക്കേണ്ട കടമ തന്റെ അമേരിക്കൻ ശിഷ്യന്മാരുടേതാണെന്ന് പ്രഭുപാദർ പറഞ്ഞിരുന്നു. അദ്ദേഹം അവർക്ക് അതിനുള്ള പ്രവർത്തന മാർഗം നിർദ്ദേശിച്ചു കൊടുക്കുന്നു. എന്നാൽ അത് പ്രാവർത്തികമാക്കേണ്ടത് അവരാണ്. ശ്രീല പ്രഭുപാദർ തന്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചു. അവരും അദ്ദേഹത്തെ സ്നേഹിച്ചു. സ്നേഹം കൊണ്ട് അദ്ദേഹം അവരെ അനുസരിപ്പിക്കുകയും ഭക്തിയുടെ അമൂല്യമായ നിധി അവർക്ക് നൽകുകയും ചെയ്തു. ഇതാണ് ആധ്യാത്മിക ജീവിതത്തിന്റെ അന്തസത്ത. ഈ സ്നേഹത്തെ ആശ്രയിച്ച് കൃഷ്ണാവബോധ പ്രസ്ഥാനം വളരുന്നു. ചില ശിഷ്യന്മാർ അവരുടെ പഴയ ഭൗതിക ജീവിത രീതിയിലേക്ക് നിവദിച്ചു പോയിരുന്നു. ഇതിൽ അത്ഭുതത്തിന് അവകാശമില്ല. പ്രഭുപാദർ അന്വേഷിച്ചിരുന്നത് ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ കഴിവുള്ള ആത്മാർത്ഥതയുള്ള വ്യക്തികളെയാണ്. അതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം പറഞ്ഞു, ഒരു ചന്ദ്രൻ ഒട്ടേറെ നക്ഷത്രങ്ങളെക്കാൾ വിലപ്പെട്ടതാണ്. അതേപോലെ എണ്ണത്തിൽ വളരെ കുറവുള്ള ആത്മാർത്ഥ ഭക്തന്മാർക്ക് പോലും അത്ഭുതകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ആത്മാർത്ഥതയുള്ളവരും ബുദ്ധിശാലികളും ഉറച്ചു നിൽക്കും. ചൈതന്യ മഹാപ്രഭു അവരെ കൃഷ്ണ പ്രേമം വിതരണം ചെയ്യുക എന്ന തന്റെ ആഗ്രഹം നിറവേറ്റാൻ അധികാരപ്പെടുത്തുകയും ചെയ്തു. ഈ വിധത്തിൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ അന്യോന്യമാകും. പല ഭക്തന്മാർക്ക് യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നതായി അനുഭവപ്പെട്ടു. അവർ അത് ആത്മാർത്ഥതയോടെ അനുവർത്തിക്കുകയും ശ്രീല പ്രഭുപാദർ അവരുടെ ഹൃദയങ്ങളിൽ നട്ടിരുന്ന അതീന്ദ്രിയ പ്രേമ സേവനമാകുന്ന ചെടികളെ ശ്രദ്ധയോടും ക്ഷമയോടും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടാണ് കൃഷ്ണാവബോധം പ്രായോഗിക തലത്തിൽ വിജയിച്ചത്. ഹരേ കൃഷ്ണ മാതാജി. പ്രഭു വന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുവിനെ പത്മനാഭ ഗ്രൂപ്പിൽ സ്വാഗതം. പ്രഭുവിനെ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് സ്വാഗതം ചെയ്യാം. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ